ഹലോ സ്റ്റുഡൻസ്, ദിസ് ഇസ് മനോജ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ റെഡോക്സ് റിയാക്ഷൻ. റെഡോക്സ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് റെഡോക്സ് എന്ന് പറഞ്ഞ വാക്ക് വന്നത്. നമ്മൾ പ്രപഞ്ചത്തിൽ നോക്കുകയാണെങ്കിൽ ധാരാളം ഫിസിക്കലായിട്ടുള്ള ബയോളജിക്കലായിട്ടുള്ള ഒക്കെ ഒത്തിരി റിയാക്ഷൻസ് യഥാർത്ഥത്തിൽ റെഡോക്സ് റിയാക്ഷനാണ്. മാത്രമല്ല, റെഡോക്സ് റിയാക്ഷന് ധാരാളം അപ്ലിക്കേഷൻസ് ഉണ്ട്. ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രിയിൽ അപ്ലിക്കേഷൻ ഉണ്ട്, ബയോളജിക്കൽ വേൾഡിലുണ്ട്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ ഉണ്ട്, മെറ്റലർജിക്കൽ, അഗ്രികൾച്ചറൽ, ഇത്തരത്തിലുള്ള ധാരാളം അപ്ലിക്കേഷൻസ് റെഡോക്സ് റിയാക്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ റെഡോക്സ് റിയാക്ഷൻ്റെ ബേസിക് കോൺസെപ്റ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റെഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ NCERT-യിൽ വായിച്ചു നോക്കുകയാണെങ്കിൽ ഇതിൽ ആദ്യത്തെ വാചകം തന്നെ ഇതാണ്: വെർ ദർ ഈസ് ഓക്സിഡേഷൻ ദർ ഈസ് ഓൾവേസ് റിഡക്ഷൻ. കെമിസ്ട്രി ഈസ് എസെൻഷ്യലി എ സ്റ്റഡി ഓഫ് റെഡോക്സ് സിസ്റ്റം. ഈ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന് പറഞ്ഞ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് നമ്മൾ ഈ സ്ലൈഡിൽ നിന്ന് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ്. ഇപ്പോഴും അതിൻ്റെ എവല്യൂഷൻ തീർന്നിട്ടില്ല. തുടക്കത്തിൽ ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ അഡീഷൻ ഓഫ് ഓക്സിജൻ ആയിരുന്നു. ഉദാഹരണത്തിൽ കാർബൺ ബേൺസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ ടു ഗിവ് കാർബൺ ഡയോക്സൈഡ്. അപ്പോൾ കാർബണിന് ഓക്സിഡേഷൻ നടന്നു. ഇപ്പോൾ 90% ഓക്സിഡേഷൻ ഓക്സിജനിലെ പ്രസൻസിലായത് കാരണം നമ്മൾ ആ വാക്ക് തന്നെ ഓക്സിഡേഷൻ, ഓക്സിജൻ എന്ന് വന്ന വാക്കാണ്, ഓക്സിഡേഷൻ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. അറ്റ്മോസ്ഫിയറിൽ ധാരാളം ഓക്സിജൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒത്തിരി എലിമെൻറ്റ്സ് ഈ ഓക്സിജനായിട്ട് കമ്പൈൻ ചെയ്യും, എന്നിട്ട് അതിൻ്റെ ഓക്സൈഡായി മാറും. അപ്പോൾ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു റിയാക്ഷനാണ് ഓക്സിഡേഷൻ. ഇരുമ്പ് തുരുമ്പ് പിടിക്കുന്നത് യഥാർത്ഥത്തിൽ ഓക്സിഡേഷൻ കാരണമാണ്. ഇനി ഓക്സിഡേഷന് വിപരീതമായിട്ടുള്ള ഒരു പ്രോസസ്സായിട്ടാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. റിഡക്ഷനെ കുറിച്ച് നമ്മൾ പറയുമ്പം അതിനെ നമ്മൾ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ എന്നുള്ള രീതിയിൽ ആദ്യം തുടക്കത്തിൽ റിഡക്ഷനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത്. പിന്നെ ഓക്സിഡേഷൻ്റെ കോൺസെപ്റ്റ് ഇവോൾവ് ചെയ്തു. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓക്സിഡേഷനാണ്, റിമൂവൽ ഓഫ് ഓക്സിജൻ റിഡക്ഷനായി. നമുക്കറിയാം ഓക്സിജൻ ഇലക്ട്രോനെഗറ്റീവാണ്. അഡീഷൻ ഓഫ് ഇലക്ട്രോനെഗറ്റീവ് എലിമെൻറ്റിന് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു. എന്നാൽ ഹൈഡ്രജൻ ഇലക്ട്രോ പോസിറ്റീവാണ്, അതുകൊണ്ട് അഡീഷൻ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലിമെൻറ്റിന് റിഡക്ഷൻ എന്ന് പറഞ്ഞു. ഇതേ ലോജിക്കിൽ റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലിമെൻറ്റിന് ഓക്സിഡേഷൻ എന്നും റിമൂവൽ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലിമെൻറ്റിന് റിഡക്ഷൻ എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കാൻ തുടങ്ങി. അങ്ങനെ ഈ രീതിയിൽ ഓക്സിഡേഷൻ റിഡക്ഷൻ്റെ കോൺസെപ്റ്റ് വികസിച്ചു വന്നു. നമുക്കറിയാം, ഒരു മാറ്ററിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള പാർട്ടിക്കിൾ ഇലക്ട്രോൺ ആണ്. ഈ ഓക്സിഡേഷൻ അതേമാതിരി തന്നെ റിഡക്ഷൻ, അതിൻ്റെ ഇലക്ട്രോണിക് കോൺസെപ്റ്റാണ് റീസെൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സമഗ്രവും വിശാലവുമായിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. ഓക്സിഡേഷൻ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ആൻ ആറ്റം ഓർ എ ഗ്രൂപ്പ് ഓഫ് ആറ്റം ലൂസസ് വൺ ഓർ മോർ ഇലക്ട്രോൺ. ഇലക്ട്രോണിന് നഷ്ടപ്പെടുന്ന പ്രക്രിയയാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. റിഡക്ഷൻ ഇസ് എ പ്രോസസ് ഇൻ വിച്ച് ആറ്റം ഓർ എ ഗ്രൂപ്പ് ഓഫ് ആറ്റം ഗെയിൻസ് വൺ ഓർ മോർ ഇലക്ട്രോൺ. റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ആറ്റം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റം ഇലക്ട്രോണിനെ സ്വീകരിക്കുന്ന പ്രക്രിയനെയാണ് നമ്മൾ റിഡക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഹാഫ് റിയാക്ഷൻസ് ആണ്. രണ്ട് റിയാക്ഷൻ കൂടിച്ചേർന്ന് കഴിഞ്ഞാലേ ഒരു ഫുൾ റിയാക്ഷനായി മാറുള്ളൂ. ഇവിടെ തന്ന ഓക്സിഡേഷൻ ഹാഫ് റിയാക്ഷനും റിഡക്ഷൻ ഹാഫ് റിയാക്ഷനും ഉണ്ട്. വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെങ്കിൽ ഓക്സിഡേഷൻ
ഈസ് ലൂസിങ് ഓഫ് ഇലക്ട്രോൺ, റിഡക്ഷൻ ഈസ് ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ എന്ന് വേണേൽ നമുക്ക് പറയാൻ പറ്റും. Redox reaction in terms of electron transfer reaction. Redox reaction യഥാർത്ഥത്തിൽ ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷൻ ആണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് when zinc rod is placed in copper sulfate solution. Zinc ഡിസോൾവ് ചെയ്യും, സിങ്ക് റോഡിന് മുകളിൽ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും, കോപ്പറിൻ്റെ നീല കളർ ഫീഡ് ചെയ്യും. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ സിങ്ക് ഓക്സിഡൈസ് ചെയ്യപ്പെടുക ചെയ്യുന്നത് Zn2+ ആയിട്ട്. എന്നാൽ കോപ്പർ സൾഫേറ്റിലുള്ള കോപ്പർ ഇവിടെ റെഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ഇതൊരു നല്ല എക്സാമ്പിളാണ്. എന്നാൽ നിങ്ങൾ കോപ്പർ റോഡ് സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനകത്ത് ഇട്ട് കഴിഞ്ഞാൽ ഈ റിയാക്ഷൻ നടക്കില്ല. ഇത് യഥാർത്ഥത്തിൽ കാണിക്കുന്ന റിയാക്ടിവിറ്റിയാണ്. സിങ്ക് കോപ്പറിനേക്കാൾ റിയാക്റ്റീവാണ്. അതുകൊണ്ട് സിങ്ക് കോപ്പറിനെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന് ഡിസ്പ്ലേസ് ചെയ്യും. ഓക്കെ, എന്നാൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനകത്ത് നമ്മൾ സിൽവർ അല്ലെങ്കിൽ ഗോൾഡിൻ്റെ റോഡ് ഇടുകയാണെങ്കിലോ ഒന്നും സംഭവിക്കില്ല. കാരണം കോപ്പർ സിൽവറും ഗോൾഡിനേക്കാൾ റിയാക്റ്റീവാണ്. സിൽവർ ഗോൾഡ് എന്ന് പറയുന്ന മെറ്റൽ റിയാക്ടിവിറ്റി കുറവാണ്. എന്നാൽ കോപ്പർ റോഡിനെ നമ്മൾ സിൽവർ നൈട്രേറ്റിനകത്തേക്ക് ഇടുകയാണെങ്കിലോ സെയിം പ്രക്രിയ നടക്കും. കോപ്പർ ഡിസോൾവ് ചെയ്യും, സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യും. കോപ്പർ ഡിസോൾവ് ചെയ്യും, കോപ്പർ ഡിസോൾവ് ചെയ്തിട്ട് നീല കളർ കൂടും. എപ്പം? വെൻ കോപ്പർ റോഡ് ഈസ് പ്ലേസ്ഡ് ഇൻ സിൽവർ നൈട്രേറ്റ് സൊല്യൂഷൻ. ഈ ഒരു ഉദാഹരണം മതി ശരിക്കും. ഒരു ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷനാണ്. സാധാരണ നമ്മൾ ഒരു റിയാക്ഷൻ എഴുതുന്ന സമയത്ത് അതിൽ ഇലക്ട്രോൺസിനെ കാണിക്കാറില്ല. അപ്പോൾ ഇവിടെ ഇലക്ട്രോൺസ് കൂടുകയും കുറയുകയും ചെയ്യുന്നതിനാണ് നമ്മൾ ഓക്സിഡേഷൻ അല്ലെങ്കിൽ റിഡക്ഷൻ എന്നൊക്കെ പറയുന്നത്. ഓക്സിഡേഷൻ റിഡക്ഷന് മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല കോൺസെപ്റ്റാണ് ഓക്സിഡേഷൻ നമ്പർ. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ഓക്സിഡേഷൻ നമ്പർ. ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നമ്പർ കൂടുന്നതിനാണ് ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണെങ്കിൽ നമ്മൾ അതിനെ റിഡക്ഷൻ എന്ന് പറയും. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് ഓക്സിഡേഷൻ നമ്പർ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി നമ്മൾ ഓക്സിഡേഷൻ റിഡക്ഷൻ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. എന്താണ് ഓക്സിഡേഷൻ നമ്പർ? ശരിക്കും പറഞ്ഞാൽ ഇതൊരു ചാർജാണ്, ഇലക്ട്രിക്കൽ ചാർജാണ്. നമ്മളൊരു ആറ്റത്തിന് കൊടുക്കുന്ന ഒരു ഇലക്ട്രിക്കൽ ചാർജ്. അല്ല, നമ്മൾ എടുക്കുന്ന ഒരു സങ്കല്പമുണ്ട്. എന്താണ്? ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോൺസ് ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് എലിമെൻറ്റിൻ്റെ കൂടെയാണെന്നുള്ള സങ്കല്പത്തിൽ ഒരു എലിമെൻറ്റിന്, ബോണ്ടഡ് ആയിട്ടുള്ള ഒരു എലിമെൻറ്റിന് എന്ത് ചാർജാണോ കിട്ടുക ആ ചാർജിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓക്സിഡേഷൻ നമ്പറിൻ്റെ കാൽക്കുലേഷൻ അത് ചില റൂൾസിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അടുത്ത് നമ്മളത് നോക്കാൻ പോവാണ്. റിഡോക്സ് റിയാക്ഷനിലെ അടുത്ത പ്രധാനപ്പെട്ട കോൺസെപ്റ്റാണ് ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജൻറ്റ്സ്. ഇതിൻ്റെ ഡെഫിനേഷൻ ഇങ്ങനെയാണ്: സബ്സ്റ്റൻസ് വിച്ച് ഗെറ്റ് ഓക്സിഡൈസ്ഡ് during the redox reaction is known as reducing agent. The substance which gets reduced during the redox reaction is known as oxidizing agent. ഏത് വസ്തുവിനാണോ ഓക്സിഡേഷൻ സംഭവിക്കുക അത് റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. ഏത് വസ്തുവിനാണോ റിഡക്ഷൻ സംഭവിക്കുന്നത് അത് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിരിക്കും.